ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്ന് വെക്റ്റർ പ്രൊഡക്റ്റ് എടുക്കാം. നമ്മൾ ഈ ലാസ്റ്റ് 2-3 വീഡിയോ ആയിട്ട് വെക്റ്ററിനെ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു അല്ലേ? വെക്റ്റർ അഡീഷനും വെക്റ്റർ സബ്ട്രാക്ഷനും പഠിച്ചു. ലാസ്റ്റ് ക്ലാസ് ഏതാ പഠിച്ചത്? നമ്മൾ വെക്റ്ററിന്റെ കാർട്ടീഷ്യൻ ഫോർമാറ്റും കൂടി പഠിച്ചു അല്ലേ? നമുക്കിനി വെക്റ്റർ പ്രൊഡക്റ്റ് പഠിക്കാം. ഇത് വെക്റ്ററിനെ നമുക്ക് ഗുണിക്കാൻ പഠിക്കാം. വെക്റ്റർ പ്രൊഡക്റ്റ്, ഈ ഹെഡിങ് ശരിയാവില്ല, എന്നറിയോ? ഇത് വരാം വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കാം. മൾട്ടിപ്ലിക്കേഷൻ അതും വലിയ കുഴപ്പമില്ല. മൾട്ടിപ്ലിക്കേഷൻ എന്താ സംഭവം എന്നറിയോ? വെക്റ്ററിന്റെ മൾട്ടിപ്ലിക്കേഷൻ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വെക്റ്റർ പ്രോഡക്റ്റും പിന്നെ വേറെ ഒരെണ്ണമാണ് സ്കെയിലാർ പ്രോഡക്റ്റ്. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ വെക്റ്റർ പ്രൊഡക്റ്റും ഉണ്ട്, സ്കെയിലാർ പ്രൊഡക്റ്റും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് മാത്രം പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഇത് മാത്രം പറയുന്ന സ്ഥലങ്ങളിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് കേട്ടോ. ഇതിന്റെ വേറൊരു പേരാണ് ഡോട്ട് പ്രോഡക്റ്റ്. ഇതിന്റെ വേറൊരു പേരാണ് ക്രോസ് പ്രോഡക്റ്റ്. രണ്ട് വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. എ വെക്ടറും ബി വെക്ടറും. എ വെക്ടറിനെ ഞാൻ ഇങ്ങനെ അറിയോ, 2i + 3j + 7k. ഐയും ജെയും കെ ഒക്കെ എന്നാ ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഇവിടെ ക്യാപ്പ് ഇട്ടിട്ടില്ല, ഇതുപോലെ തന്നെ ക്യാപ്പ് വരച്ചിട്ടില്ല. നിങ്ങൾ ക്യാപ്പൊക്കെ വരച്ചോടെ എഴുതാനായിട്ട്. ഇത് പ്രായമായിട്ടെ ഇനി നമുക്ക് ആവശ്യമില്ല. ഇതല്ലോ 6i + 3j + 2k. ഈ രണ്ട് വെക്ടർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗുണിക്കണം. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സ്കെയിലാർ പ്രൊഡക്റ്റും വെക്റ്റർ പ്രൊഡക്റ്റും. രണ്ട് മെത്തേഡും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അറിയോ, നമ്മൾ വെക്റ്റർ കൂട്ടാൻ നേരത്ത് നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു. അനാലിറ്റിക് മെത്തേഡ് ഒഴിവാക്ക്, അല്ലാതെ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു വരയ്ക്കുന്ന കാര്യത്തിൽ. ഏതൊക്കെയാ? ട്രയാങ്കുലർ ലോയും പാരലോഗ്രാം ലോയും. അതിന്റെ രണ്ടിന്റെ ആൻസർ എന്നതായിരുന്നു? ഇപ്പൊ നോക്കി, ഒരു 3 ന്യൂട്ടൺ വെക്ടർ എപ്പോഴും ഇത് എടുക്കുന്നത് എളുപ്പമുണ്ടല്ലോ വിചാരിച്ചിട്ട് 4 ന്യൂട്ടൺ വെക്ടർ തമ്മിൽ കൂട്ടിയാൽ ട്രയാങ്കുലർ ലോ പ്രകാരമാണെങ്കിൽ 4 ന്യൂട്ടൺ. ഇവന്റെ വാല് കൊണ്ട് ഇവന്റെ തലയെ കൊണ്ട് വെച്ചു, എനിക്ക് എന്റെ ആൻസർ കിട്ടി 5 ന്യൂട്ടൺ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പഠിച്ചല്ലേ നമ്മൾ. ഇനി പാരലോഗ്രാം ലോ ആണെങ്കിലോ, നമ്മൾ ഇവനെ കൊണ്ടിട്ട് ഇവന്റെ വാല് മുട്ടിക്കണം, എന്നിട്ട് പാരലോഗ്രാം ഉണ്ടാക്കണം. പാരലോഗ്രാം ഉണ്ടാക്കിയിട്ട് ഡയഗണൽ ആണെന്ത് റിസൾട്ടന്റ്. ഇവനും എന്റെ ആൻസർ ഒന്നാകും അല്ലേ? രണ്ട് മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ആൻസർ എന്നതാണ് സെയിം ആയിരിക്കണം. രണ്ട് മെത്തേഡും വഴി. ഇത് രണ്ട് മെത്തേഡ് അല്ല, രണ്ട് ടൈപ്പാണ്. ഇതിന്റെ ആൻസർ വേറെ, ഇതിന്റെ ആൻസർ വേറെ. ഇതിന്റെ ആൻസർ വെക്ടറാ കിട്ടുക, ഇതിന്റെ ആൻസർ ഒരു സ്കെയിലാർ വാല്യൂ കിട്ടുക, 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 300 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ കിട്ടുക. ഇതാ ഇങ്ങനെ ഒരു 7i + 3k അല്ലെങ്കിൽ 6i + 7j + 3k അങ്ങനെയൊക്കെ പറഞ്ഞൊരു ആൻസർ ഇവിടെ കിട്ടുക. ഇവിടെ തന്നെ കിട്ടുക ഒരു നമ്പർ. അപ്പൊ ഇത് രണ്ടും ഒന്നല്ല, രണ്ട് മെത്തേഡ് അല്ല, രണ്ടിന്റെ ആൻസർ വെക്ടർ അറിയാം. ഇനി എവിടെ നമ്മൾ ഇത് ഉപയോഗിക്കും, എവിടെ നമ്മൾ ഇത് ഉപയോഗിക്കും? ക്വസ്റ്റ്യൻ തരും. രണ്ട് വെക്ടർ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാൻ പറയും. എടുത്ത് പറയും. പറഞ്ഞില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റാ എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞില്ലെങ്കിൽ രണ്ടും ചെയ്യണം, കാരണം രണ്ടിന്റെ ആൻസർ അറിയാം. ഇപ്പൊ നമുക്ക് ഇത് ഓരോന്നും എടുത്ത് പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നോക്കി, ഈ വെക്ടർ എ എന്ന് പറയുന്നത് 2i + 3j + 7k ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഈ വെക്ടറിനെ ഞാൻ, അതായത് ഈ എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് വെക്ടർ ആണെന്ന് വിചാരിച്ചു. എന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര നോക്കി? മാഗ്നിറ്റ്യൂഡ് 2² + മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവൻ എന്തോരം ഉണ്ട് എന്ന് പറയുന്നത് 2² + 3² + 7². എത്രയാ? 4 + 9 + 49.
കാൽക്കുലേറ്റർ എടുക്കാം. റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 49 റൂട്ട് ആൻസർ 7.9 കേട്ടോ. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 7.9 ന്യൂട്ടനാണ്. ഈ 7.9 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സിന്റെ കമ്പോണന്റുകളാണ് എക്സിൽ 2 ഉണ്ട്, 2 3 വൈയില് 3 ന്യൂട്ടൺ ഉണ്ട്, 7 കെയില് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. കെയിൽ എത്ര ഉണ്ട്? 7 ഉണ്ട് കേട്ടോ. അതായത് ഈ ഇതൊരു മൂലയാന്ന് വിചാരിച്ചു നോക്കിയാൽ മക്കളെ കാണാൻ പറ്റുമോ? ഇല്ല. ഈ റൂമിന്റെ മൂലയാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടെണ്ണം പോയിട്ടുണ്ട്, ഇങ്ങോട്ടെണ്ണം പോയിട്ടുണ്ട്, ഇങ്ങോട്ടെണ്ണം പോയിട്ടുണ്ട്. നോക്കിയേ, എക്സിൽ 2, പിന്നെ വൈയില് എത്രയാ 3, ഇസഡില് 7. അപ്പൊ ഇവിടെ വരും. അപ്പൊ അതിന്റെ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ പൂജ്യത്തിലേക്ക്, ഇവിടുന്ന് ആ പൂജ്യത്തിലേക്ക്. ഇപ്പൊ ഇവിടെ 3D ആയതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തത്. കെ ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ 2 3 എവിടെ വരുമായിരുന്നു? ഇത് ഇവിടെ വരെ വരും. ഇതായിരുന്നു ആ ഫോഴ്സ്. അപ്പൊ കെ ഉള്ളത് കൊണ്ട് ഈ കെ എന്ന ആക്സിസിലേക്ക് കൂടി ഉണ്ട് കേട്ടോ. അതതിന്റെ അർത്ഥം. സിമ്പിൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ 2 പ്രൊഡക്റ്റും അല്ലാതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വെക്ടർ വിചാരിച്ചു. വെക്ടർ എ എന്നതാ 2i പ്ലസ് 3j പ്ലസ് 7k. ഒരു സ്കെയിലാർ ഏതൊരു വാല്യൂ കൊണ്ട് കെ എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഇവനെ ഗുണിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുമോ? k into 2i plus k into 3j plus k into 7k. അതായത് എ വെക്ടർ ഇതാണെന്ന് വിചാരിക്കുക. 3a വെക്ടർ എന്ന് പറഞ്ഞാൽ 3 into കണ്ടോ k into 2, അത് 3 into 2 6i plus 3 into 3 9j plus 3 into 7 21k. ഇതാണ് ആൻസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു സ്കെയിലാർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഇതൊന്നും അല്ലാണ്ട് ഞാൻ പറയണേ സാധാരണ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു സ്കെയിലാർ വാല്യൂ കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ അതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ -4a വെക്ടർ എന്നാ വരും? -4 into 2 -8i plus -4 into 3 -12 plus -4 into 7 -28k. -28k. ഇത്രയേ ഉള്ളൂ ഒരു വാല്യൂ കൊണ്ട് ഗുണിക്കാനാണെങ്കിൽ. നമുക്കിനി ഇവരെ തമ്മിൽ ഗുണിക്കാം. വെക്ടറിനെ ഗുണിക്കാൻ നേരത്താണ് 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ് അല്ല, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്കെയിലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും. ആദ്യം എന്നതാ സ്കെയിലാർ പ്രൊഡക്റ്റ്, അതിലെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. സ്കെയിലാർ പ്രൊഡക്റ്റ് ഇതിന്റെ ഒരു വെക്ടർ ഉണ്ട്. വെക്ടർ എ is equal to 3i plus 2j plus 6k. വെക്ടർ ബി ഉണ്ട്. എളുപ്പമുള്ള പറയാം. 4i plus 3j plus 5k. ഡോട്ട് സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് അത് ഞാൻ ചെയ്തതിനെ പഠിപ്പിക്കാം. പിന്നെ ഇത് എന്താ ഈ കൺസെപ്റ്റ് എന്നുള്ളത് പിന്നെ പഠിപ്പിക്കാം. ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാല് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. എങ്ങനെ എഴുതുന്നത്? വെക്ടർ എ ഡോട്ട് ബി. എന്നിട്ട് നമ്മൾ ഈ വെക്ടറിനെ എഴുതും 3i plus 2j plus 6k. ഇതല്ലേ എ വെക്ടർ. ഡോട്ട് 4i plus 3j plus 5k. നമുക്ക് ഇവനെ ഡോട്ട് ചെയ്യണം. നമുക്ക് എഴുതുമ്പോൾ എ പ്ലസ് ബി ഉണ്ട് ഇൻറ്റു സി പ്ലസ് ഡി ഉണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ ഗുണിക്കും? സാധാരണ എങ്ങനെ ഗുണിക്കും? എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? എ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ്
ബി ഇൻറ്റു ഡി. ഇത് നമ്മൾ ഇവിടുത്തെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ വെച്ചിട്ട് അപ്പുറത്ത് കുറിക്കണം വേണ്ടേ. ഇവിടെ ഒരാളെ ഉള്ളായിരുന്നെങ്കിൽ എന്തുവരുമായിരുന്നു, സി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു ബി. രണ്ടുപേരുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനെ എടുത്ത് ഗുണിക്കണം. അതേപോലെ തന്നെ അപ്പുറത്ത് എന്തുണ്ട്, കുറെ ആൾക്കാരുണ്ട്, ഓരോന്നിനെ ഗുണിക്കണം. 3i ഡോട്ട് 4i, 3i ഡോട്ട് 3j, 3i ഡോട്ട് 5k. ഇനി എന്താ ഡോട്ടിന്റെ ഇക്വേഷൻ? എൻ്റെ കയ്യിൽ രണ്ട് വെക്ടർ ഉണ്ട്, പി വെക്ടർ ഡോട്ട് ക്യൂ വെക്ടർ. എന്നാ ഇക്വേഷൻ അറിയോ? രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ അതിന്റെ ഡെഫിനിഷൻ മോഡുലസ് ഓഫ് പി മോഡുലസ് ഓഫ് ക്യൂ ഇൻറ്റു കോസ് തീറ്റ. എന്നതാ? മോഡുലസ് ഓഫ് പി മോഡുലസ് ഓഫ് ക്യൂ ഇൻറ്റു കോസ് തീറ്റ. ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ? മനസ്സിലാക്കാം. ഇതാണ് പി വെക്ടർ. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, മൈനസ് വൈ ആക്സിസ്, മൈനസ് എക്സ് ആക്സിസ്. ഇതാണ് എന്റെ പി വെക്ടർ. ഇതാണ് ക്യൂ വെക്ടർ. അളവ് മാഗ്നിറ്റ്യൂഡ് ആണ് ക്യൂ കേട്ടോ. ക്യൂ വെക്ടർ ഇപ്പൊ മാർക്ക് ചെയ്യാം, കാരണം ഡയറക്ഷൻ ഉണ്ടല്ലോ. പി വെക്ടർ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ക്യൂ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? പി. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇത്രയും ഭാഗം ഈ ദൂരം കേട്ടോ, ഇത് മൊത്തം മാഗ്നിറ്റ്യൂഡ് ആണ് പി. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് പി. ഇത് ഇത്രയും ഭാഗം, ഇത് തീറ്റ ആംഗിൾ വിചാരിക്കും. ഈ വെക്ടറും തമ്മിൽ ആംഗിൾ എത്ര? തീറ്റ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, ഞാൻ ഇത്രയും ഭാഗത്തെ ഞാൻ വിളിക്കുകയാണ് എക്സ്. കോസ് തീറ്റ ഈക്വൽ ടു ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസന്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിന് അളവ് എത്രയാ? ക്യൂ. അപ്പൊ ക്യൂ ഇൻറ്റു കോസ് തീറ്റ, ക്യൂ കോസ് തീറ്റ എന്നാ വരും? എക്സ് വരും, ഈ നീളം അല്ലേ. നിങ്ങൾ നോക്കി, പി ഡോട്ട് ക്യൂ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡുലസ് ഓഫ് പി വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പി അളവ്, പിന്റെ മാഗ്നിറ്റ്യൂഡ്, ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ്, കോസ് തീറ്റ. അതായത് പി ഇൻറ്റു ക്യൂ കോസ് തീറ്റ. പി ഇൻറ്റു ഈ ഭാഗം എന്നാ കിട്ടി നമുക്ക്? എക്സ് കണ്ടു, എന്നതാ? ക്യൂ കോസ് തീറ്റ. അതായത് ഒരു വെക്ടറിന്റെ ഇതുണ്ടോ, ഒരു വെക്ടറിനെ വേറൊരു സാധനത്തിന്റെ കോസ് തീറ്റ കമ്പോണന്റ് കൊണ്ട് ഗുണിച്ചേക്കോ. കണ്ടോ, ഇവന്റെ കോസ് തീറ്റ കമ്പോണന്റ് ഗുണിച്ചേക്കോ. ഇവനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഓഫ് ക്യൂ വെക്ടർ ഓൺ പി വെക്ടർ കേട്ടോ. അതാണ് ഈ ഡോട്ട് പ്രൊഡക്റ്റിന്റെ കൺസെപ്റ്റ്. അതായത് ക്യൂ എന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇതെവിടെ ഏറ്റവും ഉപയോഗിക്കുന്നറിയോ? നമ്മൾ വർക്ക് ഡൺ കാണുന്ന ഇക്വേഷനിൽ എഫ് ഡോട്ട് എസ് വർക്ക് ഡൺ, അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാ. പക്ഷെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. ഫോഴ്സ് വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റും വെക്ടർ ആണ്. പക്ഷെ ഗുണിക്കുമ്പോൾ എന്നാ കിട്ടുന്നത്? സ്കെയിലാറാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ എന്നാ അതിന്റെ ആൻസർ വരിക. അപ്പൊ എസ് കോസ് തീറ്റ ഇൻറ്റു ഫോഴ്സ്, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രൊജക്ഷൻ എത്രയാ, അതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് വർക്ക് ഡൺ കിട്ടുന്നത്. അപ്പൊ ഇതിനെ വിളിക്കുന്നവരാണെന്ത്? പ്രൊജക്ഷൻ. ചെയ്യുന്നത് എങ്ങനെയാ? മോഡുലസ് ഓഫ് പി ഇൻറ്റു മോഡുലസ് ഓഫ് ക്യൂ ഇൻറ്റു കോസ് തീറ്റ കേട്ടോ. അത് ഓർത്തിരിക്കണം, നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എഴുതിയാൽ പോരെ. ഇതെന്തിനാ എഴുതിയിരിക്കുന്നത്? ചോദിച്ചാല് എനിക്ക് തീറ്റ തന്നിട്ടില്ല. തീറ്റ തന്നിട്ടുണ്ടോ? ഇല്ല. ഈ രണ്ട് വെക്ടർ തന്നിട്ടുള്ളൂ, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തന്നിട്ടില്ല.
ആംഗിൾ തന്നായിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ഒന്നത്തിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, മറ്റേതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യാനായിട്ട് നമുക്ക് പണിയാം. നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ഇക്വേഷൻ അറിയാലോ, മോഡുലസ് ഓഫ് പി ഇൻറ്റു മോഡുലസ് ഓഫ് ക്യൂ ഇൻറ്റു കോസ് തീറ്റ. ഇത് ഇവിടെ നോക്കിയോ, 3i into 4i. നമുക്ക് പണിയാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3i dot 4i പ്ലസ് ആദ്യം ഒരെണ്ണത്തിന് മാത്രം എടുക്കാം കേട്ടോ. 3i dot 3j, 3i dot 3j പ്ലസ് 3i dot 5j, 5k. അടുത്ത സ്പീഡ് എടുക്കും. 2j dot 4i പ്ലസ് 2j dot 3j plus 2j dot 5k plus അശ്വരിക്കാൻ മറന്നുവല്ലോ 6k dot 4i plus 6k dot 3j plus 6k dot 5k. എൻ്റെ അമ്മേ, നോക്കി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്തോരം നോക്കി. 1 2 3 4 5 6 7 8 9 ടൈം വന്നു. 3 ഇൻറ്റു 3 ഇങ്ങനെ ചെയ്യണം. നോക്കാം. 3i dot 4i എന്നാ വരും? 3i dot 4i. ഡോട്ട് പ്രോഡക്റ്റ് ഇക്വേഷൻ എന്നാ? രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ a dot b എന്നതാ മോഡുലസ് ഓഫ് p ഇൻറ്റു മോഡുലസ് ഓഫ് a. 3 ഇൻറ്റു 4 12 അല്ലേ? ഓക്കെ, ഇത് രണ്ട് സംഖ്യകൾ തന്നെയല്ലേ? 3 ഇൻറ്റു 4 12. ബാക്കി എന്നാ ഉള്ളത്? i ഡോട്ട് i. ഇനി അതല്ലെങ്കിലും കുഴപ്പമില്ല. മോഡുലസ് ഓഫ് 3i ഇൻറ്റു മോഡുലസ് ഓഫ് 4i ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഈ രണ്ട് വെക്ടറിന്റെ അല്ലേ 3i മോഡുലസ് ഓഫ് 3i ഇൻറ്റു മോഡുലസ് ഓഫ് 3j ഇൻറ്റു കോസ് തീറ്റ. ഈ കോസ് തീറ്റ എന്താ? ഇവനും തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ തീറ്റ 1 എടുത്ത് രണ്ട് വെവ്വേറെ ആംഗിൾ അല്ലേ? അപ്പോൾ മോഡുലസ് ഓഫ് 3i മോഡുലസ് ഓഫ് 4i ഇൻറ്റു കോസ് തീറ്റ 1, മോഡുലസ് ഓഫ് 3i മോഡുലസ് ഓഫ് 3j കോസ് തീറ്റ 2. ഇങ്ങനെ എല്ലാത്തിൻ്റെ എഴുതണം. അവിടെ നിൽക്കട്ടെ കേട്ടോ, കാരണം അത് ഇപ്പം തീരും. നോക്കി, ഐയും അല്ല ഇവിടെ ഉള്ള ഐ എന്ന് പറഞ്ഞാൽ എന്നതാ? യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നതാ? 1. നമ്മൾ പഠിച്ചില്ലേ? ഈ ഐയും ജെയും കെയും എന്ന് പറഞ്ഞ എന്നതാ? ഇത് z ആക്സിസ് മൈനസ് z പ്ലസ് z, ഇത് x മൈനസ് x, ഇത് മൈനസ് y പ്ലസ് y അല്ലേ? എക്സിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ, വൈയിലേക്കുള്ളതാണ് ജെ, ഇസഡിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? കെ. ഇങ്ങോട്ട് കെ. അപ്പൊ അങ്ങോട്ട് എന്താവും? മൈനസ് കെ. ഇങ്ങോട്ട് എന്താവും? മൈനസ് ഐ. താഴേക്ക് എന്താവും? മൈനസ് ജെ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 1. അപ്പൊ ഈ 3i മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്നതാ? 3. കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നതാ? 1. അതിന്റെ എന്നാ? 1. അപ്പൊ 4i എന്ന് പറഞ്ഞാൽ എന്നതാ? 4 മാത്രം. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. 3 ഇൻറ്റു 4 അത്രയും മതി. കോസ് തീറ്റ നോക്കി, ഐയും തമ്മിലുള്ള ആംഗിൾ, അതായത് പി ഡോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് പി മോഡുലസ് ഓഫ് ക്യൂ ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ യുമാർക്കിടയിലുള്ള ആംഗിൾ. ഐന്റെ ഇടയിലുള്ള ആംഗിൾ എന്നതാ? 0. ഇനി ഐന്റെയും ജെയിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്നതാ? 90 ഡിഗ്രി. ഐന്റെയും കെ, ഇത് ഇസഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, എക്സ് വൈ പുറത്തേക്ക്, 3 പെർപെൻഡിക്കുലർ അല്ലേ ഈ ആക്സിസ് അല്ലേ? ഓക്കെ, എക്സും വൈയും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇസഡ് എങ്ങോട്ടാ? ഇങ്ങനെ. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. അത് നോക്കി, ഇവനും തമ്മിൽ എങ്ങനെ? 90 ഡിഗ്രി അല്ലേ? ഇവനും തമ്മിൽ എങ്ങനെയാ? 90 ഡിഗ്രി അല്ലേ? ഇവനും തമ്മിൽ എങ്ങനെയാ? 90 ഡിഗ്രി അല്ലേ? അപ്പൊ 3 പേരും പരസ്പരം എങ്ങനെയാ? 90 ഡിഗ്രിയാണ്. അപ്പൊ ഐയും ജെയും ഐയും കെയും
തമ്മിൽ 90 ഡിഗ്രി, ഐയും തമ്മിൽ എങ്ങനെയാ 0 ഡിഗ്രി. അപ്പോൾ 3i ഡോട്ട് 4i എന്ത് വന്നു? മോഡുലസ് ഓഫ് 3i 3 മാത്രം, മോഡുലസ് ഓഫ് 4i 4 മാത്രം, പിന്നെ നമ്മളെ കോസ് തീറ്റ കോസ് 0 എന്നാ വരും? 1. കോസ് 0 എത്രയാ? 1. അപ്പൊ 3 into 4. അപ്പൊ ഇത് എന്തായി മാറി? 3 into 4. ഞാൻ അടുത്ത് നോക്കിയോ, സംഭവം പെട്ടെന്ന് തീരും. ഞാൻ അങ്ങനെ എഴുതി നിങ്ങളെ പേടിപ്പിച്ചേ ഉള്ളൂ. 3i ഡോട്ട് 3j മോഡുലസ് ഓഫ് 3i മോഡുലസ് ഓഫ് 3j കോസ് തീറ്റ 2 എന്ന് പറഞ്ഞാൽ യുമാർക്കിടയിലുള്ളത്. ഐക്കും ജെയ്ക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. കോസ് 90 എത്രയാണ്? 0. ഇത്രയും സാധനം ഇൻറ്റു 0 ആയി പോയില്ലേ? പോയി. ഇനി 3i ഡോട്ട് 5k ഐയും കെയും ഇടയ്ക്കുള്ള ആംഗിൾ എന്നതാ? 90 ഡിഗ്രി. അപ്പൊ കോസ് 90 വന്ന് എന്തായി പോയി? ഇതും 0 ആയി പോയി. ഇത് ഓൾറെഡി 0 ആയി പോയി. ഇന്ന് നോക്കി, ഇവിടെ ഐയും ജെയും തമ്മിലുള്ള 0. ഇവിടെ നോക്കി, ജെയും തമ്മിൽ ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പൊ പിന്നെ മോഡുലസ് ഓഫ് 2j എന്ന് പറയുന്നത് വരും 2, മോഡുലസ് ഓഫ് 3j എന്ന് പറയുന്നത് വരും 3 ഇൻറ്റു കോസ് 0 1. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? ഇതേ ഉള്ളൂ. പ്ലസ് ഇതെന്തായി? 0. കാരണം ജെയ്ക്കും കെയ്ക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി, കെയ്ക്കും ഐക്കും ഇടയിൽ 90 ഡിഗ്രി. അപ്പൊ അതിൽ 0 ആയി മാറി. കോസ് 90 വരുമ്പോൾ എന്തായി? 0 ആയി മാറി. കോസ് 90 വരുമ്പോൾ എന്തായി മാറി? 0 ആയി മാറി. ബാക്കി ആരുടെ? കെ ഡൗട്ട് കെയ്ക്കും ഇടയിലുള്ള ആംഗിൾ എന്നതാ? കെയ്ക്കും ഇടയിലുള്ള ആംഗിൾ 0. അപ്പൊ 6 into 5 30 അല്ലേ? 6 into 5 മോഡുലസ് ഓഫ് 6k എന്ന് പറഞ്ഞാൽ 6 കെന്റെ മാഗ്നിറ്റ്യൂഡ് എന്നാ? 1 യൂണിറ്റ് വെക്ടർ അല്ലേ? ഇൻറ്റു കോസ് 0. അപ്പൊ നോക്കിയേ, ഈ 9 ടേം ഉണ്ടായിരുന്നു. 1 2 3 4 5 6 ടേം 0 ആയിപ്പോയി. ബാക്കി ആരേ ഉള്ളൂ? ഈ 3 പേരേ ഉള്ളൂ. അപ്പൊ എന്റെ ആൻസർ എന്ത് വന്നു? 3 into 4 12 പ്ലസ് 2 into 3 6 പ്ലസ് 6 into 5 30. എത്രയാ? 30 12 42 6 48. ഇത്രയേ ഉള്ളൂ. അപ്പോ നമുക്കിനി വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ നേരത്ത് ഇനി ഇതൊക്കെ ഏതാണ്ട് ആവശ്യമുണ്ടോ? 3i നിന്ന് 4i മാത്രം ഡോട്ട് ചെയ്താൽ മതി. ഇവന്മാർ രണ്ടുപേരും എന്താ? 0 ആണ്. 2j നിന്ന് ഇവനെ മാത്രം എടുത്താൽ മതി. ഇവന്മാർ രണ്ടുപേരും എന്താ? 0 ആണ്. 6k നിന്ന് ഇവനെ മാത്രം എടുത്താൽ മതി. ഇവ രണ്ടും എന്താ? 0. അപ്പോൾ a ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇനി ഈ സ്റ്റെപ്പ് എഴുതണ്ട. എന്ത് ചെയ്താൽ മതി? 3i 4i 3 into 4 12 plus 2 into 3 6 plus 6 into 5 30 36 12 48. ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്കെയിലാർ പ്രൊഡക്റ്റ്. ഒരു കണക്ക് ചെയ്ത് നോക്കിയോ. 3 എല്ലായിടത്തും 3 ആണല്ലോ ആദ്യം വരുന്നത്. 23i പ്ലസ് 43j പ്ലസ് 15k. അല്പം കൂടി പോയോ? പി വെക്ടർ, ക്യൂ വെക്ടർ 2i മൈനസ് j പ്ലസ് 3k. എളുപ്പമായി. പി ഡോട്ട് ക്യൂ സീക്വൽ ടു 23i plus 43j plus 15k dot 2i minus j plus 3k. ശരിടാ, എനിക്ക് എന്നാ പ്രശ്നം അറിയോ? എനിക്കല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്നാ പ്രശ്നം അറിയോ? 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഇതാ ഇത് ഡോട്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇയാളിതാ ഇതും പറഞ്ഞു അല്ലേ? ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ്. ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെ. എന്തുകൊണ്ട് എനിക്ക് ഇത് വെച്ചിട്ട് ഇത് ചെയ്തുകൂടാ? ഇവരുടെ ഇടയിലുള്ള ആംഗിൾ തന്നില്ല, അതുകൊണ്ട് മാത്രം കേട്ടോ. ഇത് ചെയ്യാൻ നേരത്ത് ഞാൻ ആരുടെ ഹെൽപ്പാണ് എടുക്കുന്നത്? ഇവന്റെ ഹെൽപ്പ്. കാരണം ഐ ഡോട്ട് ഐയുടെ ഇടയ്ക്ക് കോസ് 0 ഒക്കെ വെച്ച് ഒന്നെടുക്കാൻ, അതായത് അത് ഞാൻ എവിടെ നോക്കി എടുത്തേ? ഇവിടെ നോക്കിയിട്ട് കേട്ടോ. അത്രേ ഉള്ളൂ. പി ഡോട്ട് ക്യൂ എന്നാ ഇത് ഇൻറ്റു ഇത് 23i 2
ഐ 46 പ്ലസ് ഐ ഡോട്ട് ഐ എന്തായി മാറി 23 ഐ ഡോട്ട് 2 ഐ ഡോട്ട് ഐ 1 മോഡുലസ് ഓഫ് ഐ ഇൻറ്റു ഐ ഡോട്ട് ഐ മോഡുലസ് ഓഫ് ഐ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഐ ആൻഡ് ഐ 0. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഐ കോസ് തീറ്റ. മോഡുലസ് ഓഫ് ഐ 1 കോസ് 0 1 ഈസ് 1. ഐ ഡോട്ട് ഐ ഈസ് 1. അങ്ങനെ പറയാം. 23 ഇൻറ്റു 2 46 പ്ലസ് 43 ഇൻറ്റു മൈനസ് ജെ അല്ലേ, അതിൻ്റെ അർത്ഥം എന്താ മൈനസ് 1 ജെ. അപ്പം മൈനസ് 1 ഇൻറ്റു 43 എത്രയാ മൈനസ് 43 പ്ലസ് 15 ഇൻറ്റു 3 45 അല്ലേ. ഇപ്പം എന്ത് വരും 46 പ്ലസ് 2 48. ഇത്രയേ ഉള്ളൂ ഡോട്ട് പ്രൊഡക്റ്റിന് ആൻസർ നോക്കി 48. കുറച്ചും രണ്ടും ഒരേ ആൻസർ കിട്ടിയ 48. ശരി, പണിയാ നമുക്കിത് രണ്ടാക്കാം. വെറൈറ്റിക്ക് 2 ആയിക്കട്ടെ 2. അപ്പം എന്ത് വരും 30 വരും. അപ്പം എന്നാ വരും 46 43 വരെ 3 കിട്ടിയോ? ശരിയല്ലേ 33. അപ്പം ഇത്രയേ ഉള്ളൂ ഡോട്ട് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് ഹോംവർക്കോ കണക്കിലോ വല്ലതും വേണോ? നിങ്ങൾ ആ എക്സാം പോയിന്റിലോ അല്ലെങ്കിൽ ന്യൂസ് ടെസ്റ്റോ എക്സാം ടെസ്റ്റിലൊക്കെ കിടപ്പുണ്ട് ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ ചെയ്ത് പഠിക്കും കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു പ്രൂഫ് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവും എന്നതാ ഇതിൻ്റെ ആപ്ലിക്കേഷൻ. നോക്കി, y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫില്ലേ, y ഈക്വൽ ടു എക്സ്, ഇതല്ലേ ആ ഗ്രാഫിന്റെ ഭാഗമൊക്കെ പഠിച്ചില്ലേ. y ഈക്വൽ ടു എക്സ്. 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ 2, 3 കൊടുത്താൽ 3. അതാർത്ഥം 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ 2, 3 കൊടുത്താൽ 3. അങ്ങനെ വരച്ചു. ഈ ആംഗിൾ എത്രയാണ് 45 ഡിഗ്രി. ശരി, അത് ഓർത്ത് വെച്ചു. ഒരു വെക്ടർ ഉണ്ട്. ഈ വെക്ടറാണ് 3i പ്ലസ് 3j. ഓക്കെ, ഒരു വെക്ടർ ഉണ്ട്. ഈ വെക്ടർ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിന്റെ എക്സ് കമ്പോണന്റ് 3, ഇത് തീറ്റയാന്ന് വിചാരിച്ചു. ഈ y കമ്പോണന്റ് 4. ഇത് പോസിബിൾ അല്ലേ? 3² പ്ലസ് 4² റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര വരും 5 വരും. റൂട്ട് ഓഫ് 3² പ്ലസ് 4² മാഗ്നിറ്റ്യൂഡ് 5 വന്നു. ഈ വെക്ടറിനെ എങ്ങനെ വെക്ടർ കാർട്ടീഷ്യൻ ഫോമിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഈ വെക്ടറിനെ എനിക്ക് എക്സിൽ 3 വൈയിൽ 4 ഇങ്ങനെ എഴുതാൻ പോലെ. ഇതേപോലെ വേറൊരു വെക്ടർ ഉണ്ട്. എനിക്ക് വേറൊരു വെക്ടറാണ് 3i പ്ലസ് 3j എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എത്രയാ? ഇവിടെ എത്രയാണ് ഈ പോയിന്റ്? 3ഉം ഇത് 4ഉം ആയിരുന്നു അല്ലേ? അങ്ങനെ ഈ പോയിന്റ് എന്നാ വരും 3 4 അല്ലേ? മറ്റേ നമ്മുടെ നമ്പർ ലൈനിൽ ഈ പോയിന്റ് എന്നാ വരും 3 4. ഇതെന്നാ 3i പ്ലസ് 3j. ഒന്ന് വെച്ചാൽ എന്നാ 3 3 ആയി പോയിന്റ്. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി ഏതാ പോയിന്റ് എന്ന്? y ഈക്വൽ ടു എക്സ് ഗ്രാഫിലെ 1 1 2 2 3 3 ഈ പോയിന്റ് ആയിരുന്നു. ഇതിന്റെ പേരാണോ 3i പ്ലസ് 3j. ഇതൊരു വെക്ടറാണ് കേട്ടോ. ഇതൊരു വെക്ടർ. വേറൊരു വെക്ടറാണ്. അപ്പൊ a വെക്ടർ ഈസ് ഈക്വൽ ടു 3i പ്ലസ് 3j. വേറെ വെക്ടറാണ് b വെക്ടർ. അത് ഞാൻ ഈ എക്സ് ആക്സിസിൽ കൂടിയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റ് 1 2 3 4 5 5i എന്ന് വിളിക്കുക. കാരണം എക്സിലെ യൂണിറ്റ് വെക്ടർ എന്താ ഐ അല്ലേ? ഇത് എത്രയാ മാഗ്നിറ്റ്യൂഡ് 5 അല്ലേ? പിന്നെ ഞാൻ 5i എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഇങ്ങനത്തെ പടമൊക്കെ വരച്ചിട്ട് 2 വെക്ടർ ഉണ്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഒന്നും ചോദിക്കില്ല.
ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരുവാ. ട്രിക്കല്ല, കൺസെപ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 വെക്ടർ ഉണ്ട് അല്ലേ? ഒരു വെക്ടർ ഇതും വേറൊരു വെക്ടർ ഇതും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തിനാ ഞാൻ ഇതെടുത്തെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 45 അല്ലേ? ഇത് y ഗ്രാഫിൻ്റെ ആ പോയിന്റ് അല്ലേ? ഇതിൻ്റെ ആംഗിൾ എന്നാ 45. നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറയാൻ പോണ ഈ മെത്തേഡ് വെച്ചിട്ട് എനിക്ക് 45 ഡിഗ്രി കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത്രയും ഭാഗം നിങ്ങൾ മറന്നുകളാം, വായിച്ചുകളാം. ഇതൊന്നും നമുക്ക് പരീക്ഷിക്കോ അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിലോ ഒന്നും ഒരു ബന്ധമില്ലാത്ത നമ്മൾ ചോദിച്ചിരിക്കുന്നത് 2 വെക്ടർ ഉണ്ട്, എ വെക്ടറും ബി വെക്ടറും. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ എന്നാ ചെയ്ത് നോക്കിയോ, വെക്ടർ എ ഡോട്ട് ബി കണ്ടുപിടിക്കും. എ എന്താ 3i + 3j ഡോട്ട് ബി വെക്ടർ എന്നാ 5i. എ ഡോട്ട് ബി ഐ മാത്രമേ ഇവിടെ ഉള്ളൂ, +0j എന്ന് എഴുതാം എളുപ്പത്തിന്. ഇത് വിളിക്കാനേ അറിയാത്തവരുണ്ടാവും. അപ്പോൾ 3i ഡോട്ട് 5i 15. 3യുടെ വേറെ ഒന്നും ഇല്ലല്ലോ, 0 അല്ലേ ഉള്ളൂ. ജെക്കോ ആരുമില്ല, അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി ഇവിടെ 0 ഇട്ട് കേട്ടോ. ജെക്ക് ഇവിടെ ആരുമില്ല, അപ്പോൾ അത് പോയി. ആകെ എത്രയേ ഉള്ളൂ? 15 ഉള്ളൂ. അപ്പോൾ എ ഡോട്ട് ബി എന്നാ 15. ഓക്കെ, ഈ എ ഡോട്ട് ബിക്ക് വേറൊരു ഫോർമുല ഉണ്ട്. മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. മോഡുലസ് ഓഫ് എ എന്നാ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. 3i + 3j മാഗ്നിറ്റ്യൂഡ് എന്നതാ? അതായത് 3i + 3j. ഇവിടെ ആലോചിച്ചോ മോനെ, ഇവിടം വരെ 3, ഇവിടം വരെ 3. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ അളവാ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ഈ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 3² + 3². അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ അത് എഴുതി വെച്ചോണെങ്കിൽ ഇക്വേഷൻ, ഇഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു എക്സിലേക്ക് ഒരു കമ്പോണന്റ് പ്ലസ് വൈയിലേക്ക് ഒരു കമ്പോണന്റ് പ്ലസ് ഇസഡിലേക്ക് ഒരു കമ്പോണന്റ് ആണ് എങ്കിൽ, ആണ് എങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് വൈന്റെ സ്ക്വയർ, എക്സിന്റെ സ്ക്വയർ പ്ലസ് വൈന്റെ സ്ക്വയർ പ്ലസ് കെ ഉണ്ടെങ്കിൽ ഇസഡിന്റെ സ്ക്വയർ, എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ. മോഡുലസ് ഓഫ് എ ഇവിടെ എന്നാ 3i + 3j ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 3² + 3². എന്ത് വരും? റൂട്ട് ഓഫ് 9 9 18. അതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3 ഇൻറ്റു, ഇതിനെങ്ങനെ എഴുതാം? 9 ഇൻറ്റു 2. 9ന്റെ റൂട്ട് 9നെ പുറത്തെടുക്കാം. അപ്പോൾ എന്തായി? 3 ആയി. ബാക്കി അവിടെ ആരാ ഉള്ളത്? 2 അല്ലേ ഉള്ളൂ. അപ്പോൾ 3 റൂട്ട് ഇൻറ്റു മോഡുലസ് ഓഫ് ബി. മോഡുലസ് ഓഫ് ബി 5 അല്ലേ ഉള്ളൂ. അപ്പോൾ റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ, അതെന്നാ 5 തന്നെ. ഇതെന്ത് വന്നു? 5 ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇവരടയ്ക്കുള്ള ആംഗിൾ. അത് നമുക്ക് അറിയത്തില്ല, അതല്ലേ കണ്ടുപിടിക്കണ്ടേ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കോസ് തീറ്റ എഴുതി. എനിക്കറിയാം 45, അത് വേറെ കാര്യം. നമുക്ക് കിട്ടുമോ നോക്കാം. 5 ഇൻറ്റു 3 15 റൂട്ട് 2 കോസ് തീറ്റ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 2. ഈ രണ്ടും നോക്കിയേ, രണ്ടും എന്തിന്റെ ആൻസറാണ്? എ ഡോട്ട് ബി. എ ഡോട്ട് ബി രണ്ടും എന്നതാ? എ ഡോട്ട് ബി ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 1 = 2 എന്ന് കൊടുക്കാൻ പറ്റേ. സിൻസ് 1 = 2, 15 = 15 റൂട്ട് 2 ഇൻറ്റു കോസ് തീറ്റ. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. 15 / 15 റൂട്ട് 2 = കോസ് തീറ്റ. 15 15 വെട്ടി ബാക്കി ആരാ ഉള്ളത്? 1/√2 = കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ = കോസ് ഇൻവേഴ്സ് 1/√2. ഇതെത്രയാ?
തീറ്റയ്ക്ക് ഏത് കൊടുക്കുമ്പോഴാണ് 1/√2? ട്രിഗണോമെട്രി ഒക്കെ പഠിച്ചാണല്ലോ. അപ്പോൾ എത്ര കിട്ടും? 45 ഡിഗ്രി. രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്കെയിലാർ പ്രൊഡക്റ്റിന്റെ കൺസെപ്റ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? ഈ മെത്തേഡ് വഴിയും എ ഡോട്ട് ബി കണ്ടുപിടിക്കുക, ഈ മെത്തേഡ് വഴിയും എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. ഇതിലൊരു കോസ് തീറ്റ കമ്പോണന്റ് ഉണ്ട്. ഈ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക, കോസ് തീറ്റ കിട്ടും, തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കണക്ക് എഴുതിക്കോ. വെക്ടർ എ ഇസ് ഈക്വൽ ടു 6i plus 3j plus 7k. B vector is equal to 3i plus 2j plus 4k. Find the angle between A and B. ആൻസർ കിട്ടിയോ? കിട്ടിയവര് വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തോ, കിട്ടാത്തവര് ടൈം നോക്കിയോ. കൺസെപ്റ്റ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ എന്നതാണ്. എ ഡോട്ട് ബി 6i plus 3j plus 7k dot 3i plus 2j plus 4k is equal to modulus of a root of ra square plus 3a square plus ra square plus 3a square plus 7 square into root of modulus of b alle 3 square plus 2 square plus 4 square into cos theta. ടിഷ്യൂ 18 കാരണം 6i.3i മാത്രം മതി. കാരണം ബാക്കിയുള്ളതൊക്കെ ഡോട്ട് എടുത്ത് തന്നെ കിട്ടും, 0 കിട്ടും. plus 6 20 is equal to root of r square 36 3 square 9 7 square 49 9 4 16 36 45 അല്ലേ? 45 എത്രയാ? 90. പക്ഷെ ഇത് 4 കൂടി ഉണ്ട്, 94. 36 9 45 49 94 9 4 13 16 29 കോസ് തീറ്റ. 18 6 24 28 52 അല്ലേ? 28 18 46 6 52. റൂട്ട് ഓഫ് 94 ഇൻറ്റു റൂട്ട് ഓഫ് 29, അതായത് റൂട്ട് ഓഫ് 94 ഇൻറ്റു 29 എന്ന് കാണാം, ഇൻറ്റു കോസ് തീറ്റ. ഇതിനടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. റൂട്ട് ഓഫ് 94 ഇൻറ്റു 29 ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. കണ്ടുപിടിച്ച എത്രയാണ്? അയ്യോ, വലിയ പ്രശ്നമുണ്ടല്ലോ. എവിടെ തെറ്റും പറ്റിയിട്ടില്ല അല്ലേ? 94 ഇൻറ്റു 29 റൂട്ട് ഓഫ് ആൻസർ 52 divided by answer 0.996 is equal to cos theta. Theta equal to cos inverse 0.996.
എത്ര നോക്കി ഇതെങ്ങനെ കാണുന്നേ? ഷിഫ്റ്റ് അടിച്ചിട്ട് കോസ് അടിക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് വന്നില്ലേ? ബ്രാക്കറ്റ് ഇട്ടിട്ട് 0.996 എത്ര കിട്ടും? 5.18 ഡിഗ്രി. തീറ്റ ഇസ് ഈക്വൽ ടു 5.13 ഡിഗ്രി. അപ്പോൾ നമ്മളൊരു ഇത്രയേ ഉള്ളൂ. നല്ല കണക്കെടുത്തേ. നിങ്ങൾക്കിനി നല്ല ആൻസർ കിട്ടണമെന്നുണ്ടല്ലോ, ഇത് ഏതെങ്കിലും മൈനസ് എടുത്താൽ മതി. ഓക്കെ, ഇത് ഹോംവർക്ക് ചെയ്തു, ഒരെണ്ണം മൈനസ് എടുത്തു. അപ്പോൾ എന്നാ വരുന്നത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടർ. ഈ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കാണാൻ വേണ്ടി കേട്ടോ. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ഉണ്ട്. 2 വർഷം മുമ്പ് കൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പഠിക്കണം. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കൊടുത്തു.